ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിവിധങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഷാലോം ടിവിയുടെ മുമ്പിലിരുന്ന് വചനം ശ്രവിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കളോട് ഇന്ന് പറയാൻ പോകുന്ന വിഷയം, യേശു ആരാണ്, യേശു ശിഷ്യന്മാരാരാണ്, അവിടുത്തെ പ്രബോധനം എന്താണ് എന്നതിനെ കുറിച്ച് അല്പം പ്രാർത്ഥനാപൂർവം നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. കഴിയുന്നിടത്തോളം നമ്മുടെ ശ്രദ്ധയെ ഏകാഗ്രമാക്കിക്കൊണ്ട് നിന്നോടൊപ്പം വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ പൊരുള് മനസ്സിലാക്കിയ യേശുവിനെ കൂടുതൽ അടുത്ത് അനുഗമിക്കുവാൻ, സാക്ഷ്യം നൽകുവാനായിട്ടുള്ള വരം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ക്രിസ്തു ആരാണ്? വചനം നമ്മെ പഠിപ്പിക്കുന്നു. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവാക്യം, സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ് യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവാക്യം, സകല ജനങ്ങളുടെയും പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം, സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള പരിഹാര ബലിയായി കുരിശിൽ മരിച്ചവനാണ് യേശു ക്രിസ്തു. വെളിപാടിന്റെ പുസ്തകം 20:11, സകല ജനങ്ങളെയും വിധിക്കുവാൻ അധികാരമുള്ളവനാണ് യേശു ക്രിസ്തു. വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായം 19-ാം വാക്യം, സകല ജനങ്ങളെയും ഭരിക്കുവാൻ അധികാരമുള്ളവനാണ് യേശു ക്രിസ്തു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം തിരുവാക്യം, സകല ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നവനാണ് യേശു ക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം തിരുവാക്യം, സകല ജനങ്ങളെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചമാണ് യേശു ക്രിസ്തു. ലൂക്കയുടെ സുവിശേഷം 24:44, സകല ജനങ്ങളുടെയും സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. വചനത്തിലൂടെ നമ്മൾ തീർത്ഥയാത്ര നടത്തിയതാണ്. സന്തോഷത്തിന്റെ, പാപം നീക്കുന്നതിന്റെ, ശുദ്ധീകരിക്കുന്നതിന്റെ, ജീവൻ നൽകുന്നതിന്റെ, ജ്വലിപ്പിക്കുന്നതിന്റെ, രക്ഷ തരുന്നവന്റെ, സൗഖ്യം തരുന്നവന്റെ വലിയ പരാമർശങ്ങളാണ് തിരുവചനത്തിൽ മുഴുവൻ കണ്ടെത്തുന്നത്. ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവരോടുമായിട്ട് യേശു ചോദിക്കുന്നു, ഞാൻ നിനക്കാരാണ്? ഞാൻ നിനക്കാരാണ്? യേശു വളരെ വ്യക്തമായിട്ട് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവാക്യം. ശ്രദ്ധിക്കുക, എന്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക, മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിന് തടയരുത്, നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. യേശുവിന്റെ പുത്തൻ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചില സന്ദേശങ്ങളാണ്, പ്രബോധനങ്ങളാണ് ക്രിസ്തു ശിഷ്യന്മാരുടെ മുമ്പിൽ വെക്കുന്നത്. യേശു പറയുന്നു, എന്റെ വാക്ക് ശ്രവിക്കുന്നവർക്ക് മാത്രമേ, വചനം ശ്രവിക്കുന്നവർക്ക് മാത്രമേ ഇതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ സാധിക്കുക. യേശു നമ്മുടെ മുമ്പിൽ ഒരു വലിയ ടാർജറ്റ് വെച്ചിരിക്കുകയാണ്. ഇത് അനുശാസിക്കുക, അനുസരിക്കുക എളുപ്പമുള്ള കാര്യമല്ല. തള്ളിക്കളയുന്നവർക്ക്, തിരസ്കരിക്കുന്നവർക്ക് യേശുവിൻ്റെ ഈ പുതിയ ജീവിത മൂല്യം ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് ആരംഭത്തിൽ തന്നെ പറയുന്നത്,
എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന, വചനം ശ്രവിക്കുന്നവർക്ക് മാത്രമേ നേരത്തെ പറഞ്ഞ വചനത്തിന്റെ പൊരുള് മനസ്സിലാക്കാൻ സാധിക്കുക. ധാർമ്മികമായ തത്വങ്ങൾ അത് വളരെ ക്രിയാത്മകമാണ്, അത് നിഷേധാത്മകമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് സ്നേഹമാണ്. ആ സ്നേഹം ശത്രു സ്നേഹത്തിലേക്ക് വളരുന്നതാണ്. ശത്രുവിനെ പോലും മിത്രമാക്കുന്ന സ്നേഹത്തെ കുറിച്ചിട്ടാണ് യേശു കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഈ സുവിശേഷ വാക്യങ്ങളുടെ അന്തരാർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലൂക്കയുടെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവാക്യത്തിൽ അവിടെ നമ്മോട് പറയുന്നു, നീ സ്നേഹിക്കുക. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ശത്രുക്കളെ സ്നേഹിക്കുക. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അത് ശ്രമകരമായ ഒരു കാര്യമാണത്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലൂടെ, അംഗീകരിക്കുന്നതിലൂടെ, പ്രശംസിക്കുന്നതിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തരുന്ന വ്യക്തിയാണവർ. നാം ആഗ്രഹിച്ചതുപോലെ മറ്റുള്ളവർ പെരുമാറാതിരിക്കുമ്പോൾ, നമ്മുടെ ചിന്തയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായ കാര്യമല്ല, ശ്രമകരമായൊരു കാര്യമാണ്. മറ്റുള്ളവർ നമുക്ക് നൽകിയിട്ടുള്ള ദ്രോഹങ്ങളും വേദനകളും മറന്നുകളയുന്ന ഒരു പ്രക്രിയയാണ് സ്നേഹം എന്ന് പറയുന്നത്. മറ്റുള്ളവർ നമുക്ക് നൽകിയിട്ടുള്ള ദ്രോഹങ്ങൾ, വേദനകൾ എന്തുമാത്രം എനിക്ക് മറന്നു കളയാൻ കഴിയുന്നുവോ അതിനനുഗുണമായിട്ടാണ് നമ്മിൽ സ്നേഹം വർദ്ധിക്കുന്നത്. അത് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണെങ്കിലും, സ്ഥാപനങ്ങളിൽ അധികാരികളിലും അധീനരും തമ്മിലാണെങ്കിലും, നമുക്ക് നൽകിയിട്ടുള്ള ദ്രോഹങ്ങളും വേദനകളും മറന്നു കളയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് സ്നേഹത്തിൽ വളരുന്നത്. എന്ന് പറഞ്ഞാൽ പരിധിയില്ലാതെ സ്നേഹിക്കാനും പരാതിയില്ലാതെ സഹിക്കാനും ഒരു വ്യക്തി തയ്യാറാകുമ്പോഴാണ് അവരുടെ സ്നേഹം വളരുന്നത്. അച്ഛൻ പറഞ്ഞ് മനസ്സിലായോ? പരിധി കൂടാതെ സ്നേഹിക്കാൻ, ഒപ്പം പരാതിയില്ലാതെ സഹിക്കാൻ. ഇതിന് തയ്യാറാകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ദൈവം ഒരു വലിയ സ്നേഹത്തിന്റെ ചൈതന്യം നിറച്ചു കൊടുക്കുകയാണ്. സ്നേഹത്തിൽ പരാജയപ്പെടുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയം. സ്നേഹിക്കാൻ സമയം കണ്ടെത്താത്തതാണ് അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികൾ. സ്നേഹത്തിന്റെ സമ്പത്ത് ഇല്ലാത്തതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം. ഇത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് സ്നേഹിക്കാനായിട്ട് എന്ത് വില കൊടുത്തും വിശുദ്ധമായ സ്നേഹം പ്രകടമാക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, ചവിട്ടിയ പൂക്കളെ ചവിട്ടി അരച്ചാലും ആ പൂക്കളിൽ നിന്ന് സുഗന്ധമാണ് കടന്നു വരുന്നത്. കരിമ്പ് ഞെരിച്ച് അതിനെ ആട്ടുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് മധുരമാണ് വരുന്നത്. ഇതുപോലെയുള്ള വ്യക്തികളുണ്ട്. അതുകൊണ്ടാണ് വചനം നമ്മോട് പറയുന്നത്, നമ്മൾ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചാൽ നമ്മൾ യേശുവിനെ പോലെയായിത്തീരും. സുവിശേഷത്തിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്. സ്നേഹത്തിന്റെ പൂർണ്ണത പ്രാപിക്കുന്ന ഒരു വ്യക്തി യേശുവിനെ പോലെയായിത്തീരും. അതാണ് ഒന്നാമത്തെ പ്രബോധനം. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. രണ്ടാമത് തരുന്ന ജീവിത മൂല്യം നന്മ ചെയ്യുക എന്നുള്ളതാണ്. ആരോടാണ് നന്മ ചെയ്യേണ്ടത്? നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുക.
നമ്മൾക്ക് തിന്മ നിരൂപിക്കുന്നവർക്ക് നന്മ ചെയ്യുക. നമുക്കറിയാം, യഹൂദരും റോമക്കാരും തമ്മിൽ ശത്രുതയിലായിരുന്നു. ഈ ശത്രുതാ മനോഭാവം യേശു കണക്കിലെടുത്തില്ല. ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റാനായിട്ട് അവിടുന്ന് മുന്നോട്ട് കടന്നു വന്നു. ചില വ്യക്തികളെ വിശ്വസ്തരായി കർത്താവ് കണ്ടെടുത്തു, അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം വരുത്താതിരിക്കാൻ, ശത്രുക്കളെ സ്നേഹിക്കാൻ, നന്മ ചെയ്യാൻ അവിടുന്ന് നമ്മോട് ഉപദേശിക്കുകയാണ്. സുഭാഷിത പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ നമ്മോട് പറയുന്നു, നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയർപ്പിക്കുന്നതിനേക്കാൾ സ്വീകാര്യമായിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാൻ കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ സമയത്തും, എല്ലായ്പ്പോഴും നന്മ ചെയ്യുന്ന കുറെ വ്യക്തികളെ കണ്ടിട്ടുണ്ട്. വല്ലപ്പോഴേക്ക് കിട്ടുന്ന സാഹചര്യം നന്മ ചെയ്യാത്തവരായി ആരും തന്നെയില്ല. വചനം പഠിപ്പിച്ചു തരുന്നു, നന്മ നീതി നീ അനുഷ്ഠിക്കുക, അത് കർത്താവിന് ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. നമ്മൾ കാണാറുണ്ടല്ലോ, ചില അവസരങ്ങളിലെങ്കിലും നന്മ ചെയ്തിട്ട് വലിയ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയത്. ഞാൻ ഓർക്കുന്നുണ്ട്, ജെറുസലേം വചന കൂടാരത്തിൽ സ്ഥിരമായി വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. അവൾ ദൈവാലയത്തിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു അമ്മൂമ്മ അവളോട് പറഞ്ഞു, മോളെ ബസ് സ്റ്റോപ്പ് വരെ എന്നത് കൊണ്ടാക്കി തരുമോ? അവൾ പറഞ്ഞു, എന്താ അമ്മൂമ്മേ പ്രയാസം? ഈ അമ്മൂമ്മയുടെ കൈ പിടിച്ച് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി ബസ്സിൽ കയറ്റി അമ്മമ്മ യാത്രയാക്കി. അന്ന് അവൾക്ക് പരീക്ഷയുണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്താ മോളെ, പരീക്ഷയുടെ കാര്യമൊക്കെ മറന്നോ? അവൾ പറഞ്ഞു, ഒരു കണ്ണ് കാണാത്ത അമ്മൂമ്മ, പാവം, അതിനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയാൽ മതി എന്നാ പറഞ്ഞത്. ബസ് വരുന്നവരെ ഞാൻ കാത്തു നിന്നു. അങ്ങനെ ബസ്സിൽ കയറ്റി. അതുകൊണ്ട് അല്പം നേരം വൈകി. വേഗം ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് വേഗം പരീക്ഷയ്ക്കായി യാത്രയായിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൾ പോയി പരീക്ഷ എഴുതി. പരീക്ഷ നേരെ എളുപ്പം തോന്നി. പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞു വന്ന് എന്നോട് പറഞ്ഞു, ഫാദറെ, ഒരു പ്രായമുള്ള അമ്മൂമ്മയ്ക്ക് ഞാൻ ഒരു കൊച്ചു സഹായം ചെയ്തു കൊടുത്തപ്പോൾ ആ വിഷയത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ക്ലാസ്സിൽ എനിക്ക് ഈശോ തന്നു. നന്മ ചെയ്യുക, നന്മ ചെയ്യുക. നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നന്മ ചെയ്യുക. നമുക്ക് അസൗകര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ നിർവഹിക്കുമ്പോൾ ഒരു വലിയ അത്ഭുതമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. രണ്ടു കാര്യങ്ങളാണ് പറഞ്ഞത്, സ്നേഹിക്കുക, നന്മ ചെയ്യുക. മൂന്നാമത്തെ കാര്യമാണ് അനുഗ്രഹിക്കുക. ദൈവമായ കർത്താവ് അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, അബ്രാഹമേ, നീ ഒരു അനുഗ്രഹമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ നീ അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ കുറിച്ച് മോശമായി പറയുന്നവരെ അനുഗ്രഹ വാക്ക് പറയുവാൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാനാണ് ഇന്ന് കർത്താവ് നമ്മോട് പറയുന്ന പ്രബോധനം. സ്നേഹിക്കുന്നവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ നമ്മൾ പോകുന്നവരായിരിക്കാം. എന്നാൽ നമ്മെ ശപിക്കുന്നവരെ, ദുഷിച്ച വാക്ക് പറയുന്നവരെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ഈ പുത്തൻ ജീവിത മൂല്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരിക്കൽ ഒരമ്മച്ചി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, വൃത്തികെട്ട വാക്കുകൾ കേട്ട് മടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആരാ പറയുന്നത്? തൊട്ട അയൽവാസിയാണ് അച്ഛൻ. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, വിഷമിക്കേണ്ട, കർത്താവിൻ്റെ പ്രബോധനമുണ്ടല്ലോ. സഹിച്ചു നിൽക്കുക, അവസാനം വരെ സഹിച്ചു നിൽക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. നിന്റെ ഒരു കൊച്ചു സഹനത്തിന് പോലും കർത്താവ് അനുഗ്രഹം തരാതിരിക്കുകയില്ല.
ഞാൻ നോക്കിയപ്പോൾ ആ സഹോദരി അവിടുന്ന് വന്ന് പരിശുദ്ധ അമ്മയുടെ ജെറുസലം വചനകൂടാരത്തിൻ്റെ മധുബഹായോട് ചേർന്ന് നിൽക്കുന്ന മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വന്ന് മുട്ടുകൾ കുത്തി കരങ്ങൾ കുപ്പി ജപമാല ചൊല്ലി തൊട്ടുമുത്തി പ്രാർത്ഥിച്ചു പോവുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ കടന്നു വന്നപ്പോൾ ഈ സഹോദരി പറയുകയാണ്, അച്ഛാ, ഇപ്പോൾ ആ സഹോദരി എതിരായി ഒന്നും തന്നെ പറയുന്നില്ല. ദൈവം വെച്ച് വിളമ്പിയത് മുഴുവൻ 2 കരം നീട്ടി വാങ്ങിയ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നുപോയ ആ മകളുടെ ജീവിതത്തിൽ അതൊരു വലിയ അനുഭവമായി. അവൾ മറ്റുള്ളവർ പറയാൻ തുടങ്ങി, നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെ, ശപിക്കുന്നവർക്കെതിരായിട്ട് നിന്റെ ആയുധം എടുക്കാതെ ജപമാലയാകുന്ന മാരക ആയുധം എടുത്ത് ചൊല്ലിയാൽ ആ ശത്രു, നിന്നെ ശപിക്കുന്ന ആൾ, നിന്റെ മിത്രമായി കർത്താവ് മാറ്റിത്തരും. 4ാമത് നൽകുന്ന പ്രബോധനം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഈശോ പറയുന്നു, നിന്നെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി, നിനക്ക് മാനക്കേട് വരുത്തുന്നവർക്ക് വേണ്ടി, നിന്നെ നാണം കെടുത്തുന്നവർക്ക് വേണ്ടി, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. നിന്നെ കുറിച്ച് മോശമായി പറയുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അധിക്ഷേപം വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലായിരിക്കും. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. മിഷണറിമാരുടെ മധ്യസ്ഥയായിരിക്കുന്ന വിശുദ്ധ കൊച്ചുദേശിയോട് ഒരു സിസ്റ്റർ ചോദിച്ചു, ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടത്? വിശുദ്ധ കൊച്ചുദേശിയ പറഞ്ഞു, ആരെ കാണുമ്പോൾ നിനക്ക് ഓടിപ്പോകാൻ തോന്നുന്നുവോ അവർക്ക് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശത്രുക്കളെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ചില മനോഭാവം നമുക്കുണ്ടാകും. ഇന്നതാ യേശുവിൻ്റെ പുത്തൻ മൂല്യത്തിലൂടെ നമ്മോട് പറയുന്നു, ആരെ കാണുമ്പോൾ ഒഴിഞ്ഞു പോകാൻ നിന്നെ ആത്മ പ്രേരിപ്പിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. റോമർ 12:12 വചനം പഠിപ്പിക്കുന്നു, പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. സ്ഥിരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനാകട്ടെ, സ്ഥിരതയോടെ പ്രാർത്ഥിക്കാനാകട്ടെ. സുഖമുണ്ടായാലും ഇല്ലെങ്കിലും, അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അവസാനമായി കർത്താവ് നൽകുന്ന പ്രബോധനം മറുകരണം കാണിച്ചു കൊടുക്കുക. ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിടുകൂടി കാണിച്ചു കൊടുക്കുക. ശാരീരികമായി നിന്നെ പീഡിപ്പിക്കുന്നവരെ നീ അനുഗ്രഹിക്കുക. അവരെ ചെറുതായി കാണരുത്, അവരെ ബഹുമാനിക്കുക. യേശു പറയുന്നു, പീഡിപ്പിക്കുന്നവരെ പീഡിപ്പിക്കാതെ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ക്ഷമിച്ചാൽ ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കും. ക്ഷമിച്ചാൽ നിന്റെ ബലി അവിടുന്ന് സ്വീകരിക്കും. ക്ഷമിച്ചാൽ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ശാപത്തിന് പകരം അനുഗ്രഹ വചസ്സുകൾ പറയുക. പീഡനത്തിന് പകരം സ്നേഹം പ്രകടമാക്കുക. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവായ യേശുവേ, യേശു ആരാണെന്നും യേശുവിന്റെ പുത്തൻ മൂല്യങ്ങൾ എന്താണെന്നും പ്രബോധനം എന്താണെന്നും ഞങ്ങളുടെ ഉപദേശിച്ച നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ പ്രബോധനം അനുസരിച്ച് ജീവിക്കുവാൻ ഈ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവർക്കും, അവരുടെ കുടുംബാംഗങ്ങൾക്കും അയൽവാസികൾക്കും അനുഗ്രഹം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും.